എല്ലാവർക്കും എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഈജിപ്തിൽ കൂടെയുള്ള യാത്രയുടെ സീനായ് മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയുടെ ഒരു വിവരണമാണ്. താബ ബോർഡർ കടന്ന് ആ ദിവസം ഞങ്ങൾ ഈജിപ്തിലെ ഒരു വലിയ റിസോർട്ട്, റെഡ് സീക്ക് സമീപമുള്ള ഒരു വലിയ റിസോർട്ടിലാണ് താമസിച്ചത്. പിറ്റേ ദിവസം രാവിലെ അതിബൃഹത്തായ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണ്. അപ്പോൾ അന്ന് ഹോട്ടലിൽ ഉച്ചയ്ക്ക് ശേഷം വിശ്രമമാണ്. റെഡ് സീയിലൊക്കെ തൊട്ടടുത്ത് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഒക്കെ റെഡ് സീ തന്നെയാണ്. റിലാക്സ് ചെയ്യേണ്ടവർക്കൊക്കെ അവിടെ പോകാം. അങ്ങനെ ഉച്ച കഴിഞ്ഞ് എല്ലാവരും ഹോട്ടലിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞ് പുറത്തൂടെയൊക്കെ നടക്കാനായിട്ടൊക്കെ പോയി ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ നടത്തി. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബസ് പുറപ്പെട്ടു. ആദ്യമേ സീനായി മലയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം കോൺവോയ് ബേസിലാണ് മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര. അപ്പോൾ സീനായി മലയിൽ ഒരു പ്രാർത്ഥനാലയം ഒക്കെ ഉണ്ട്. മുൾപ്പടർപ്പ്, കാളയെ ബലി കഴിക്കാനായിട്ട് വെച്ച മുൾപ്പടർപ്പ് കാണാം. പിന്നെ അതിൻ്റെ മുകളിൽ, മലയുടെ മുകളിൽ പ്രാർത്ഥന ദേവാലയമുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അവിടുന്ന് പ്രാർത്ഥനകൾ കേൾക്കാം. അങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോകണമെങ്കിൽ സമയം ഒത്തിരി എടുക്കും. നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ചർച്ചും കാര്യങ്ങളുമാണ്. പിന്നെ അവിടുത്തെ കെട്ടിടങ്ങളിലൊക്കെ ഓരോ പ്രാചീന മനുഷ്യരൊക്കെ രാവിലെ നമ്മുടെ ചായക്കടയിൽ വെയിൽ കൊള്ളാൻ വന്നിരിക്കുന്ന പോലെ വെയിൽ കൊള്ളാനൊക്കെ പ്രാചീന മനുഷ്യർ. അവരെ കണ്ടാൽ അറിയാം അവരൊരു ഗുഹയിൽ വസിക്കുന്നവരൊക്കെയാണ് അവിടുത്തെ മരുഭൂമിയിലെ. അവർ വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. സംസാരിക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു 1-2 പേരെയൊക്കെ ഞങ്ങൾ കണ്ടു. അവരുടെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നീട് അവിടുന്ന് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞു കൃത്യം 9:30 കോൺവോയ് ബേസിൽ സീനായ് മരുഭൂമിക്കൂടെയുള്ള യാത്രയാണ്, ഈജിപ്തിലേക്കുള്ള, എല്ലാവരും സമയത്ത് എത്തിച്ചേരണം, അല്ലെങ്കിൽ അടുത്ത കോൺവോയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ, ഡിലേ വരും എന്ന്. അതുകൊണ്ട് 9:30 തന്നെ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. തൊട്ട് മുന്നിൽ ഒരു പട്ടാള വണ്ടിയുണ്ട്, ട്രക്ക്, ടയോട്ടയുടെ. അതിൽ ഓപ്പൺ ട്രക്കാണ്. അതിൽ 5-6 പട്ടാളക്കാർ തോക്കും പിടിച്ച് ഉണ്ട്. കൂടാതെ 5 ബസ്സോളം കോൺവോയ് ആയിട്ട് പോകാനുണ്ട്. ആ 5 ബസ്സിലും ഓരോ പട്ടാളക്കാരൻ മുൻസീറ്റിൽ, ഞങ്ങളുടെ ബസ്സിൻ്റെ മുൻസീറ്റിൽ തോക്കുമായിട്ടിരിപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ നിന്ന് ചില സമയങ്ങളിൽ ഇതിനു മുമ്പ് ഉണ്ടായ ഭീകരരുടെയൊക്കെ അറ്റാക്കുകളും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനാലാണ് ഇങ്ങനെയൊരു സെക്യൂരിറ്റി മെഷർമെൻറ്റ്സ് അവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഈജിപ്തിൻ്റെ ഒരു പ്രധാന വരുമാനം ടൂറിസം തന്നെയാണ്. അപ്പോൾ അതിനൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ അവരുടെ എക്കണോമിയെ ബാധിക്കും. അപ്പോൾ വരുന്ന യാത്രക്കാർക്ക് മാക്സിമം സേഫ്റ്റി യാത്ര ഓഫർ ചെയ്യുക, അതാണ് ആ രാജ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ബസ് അതിവേഗത്തിലാണ് പോകുന്നത്. കാരണം 100 മരുഭൂമിയാണ്, നേരെയുള്ള വഴിയാണ്, എതിരെ അധികം വാഹനങ്ങളില്ല. അപ്പോൾ ബസ് ഡ്രൈവർ വിദഗ്ധനായിരുന്നു. അദ്ദേഹം ഒരു 100-125 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് അറിയണമെങ്കിൽ അദ്ദേഹം ഫ്രണ്ടിലുള്ള വലിയ ഗ്ലാസ് പറഞ്ഞുപോയി, കാറ്റിൻ്റെ ശക്തി കൊണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ വേഗത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല. ബസ്സിലിരുന്ന പട്ടാളക്കാരൻ തന്നെ അത് പോയി എടുത്തുകൊണ്ട് വന്നു. പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഒരു 100-150 കിലോമീറ്റർ കഴിയുമ്പം ഒരു റെസ്റ്റ് ഏരിയയും ഒരു ജംഗ്ഷനും ഒക്കെ ഉണ്ട്. കുറച്ച് കടകളൊക്കെ കാണും, എന്തെങ്കിലും മേടിച്ച് കുടിക്കേണ്ടവർക്കൊക്കെ കുടിക്കാം. പിന്നെ ഈജിപ്ഷ്യൻസൊക്കെ ഹുക്ക വലിക്കുമല്ലോ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടൂർ ഗൈഡ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഹുക്കായൊക്കെ വലിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്, ഹുക്ക വലിക്കുന്നതൊക്കെ. അദ്ദേഹം ആകെ അപ്സെറ്റായിരുന്നു. കാരണം ടൂർ ഓപ്പറേറ്റർ ഒരു രീതിയിലും അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം പറയുന്നതിനെല്ലാം ഒരു ചെറിയ ഒബ്ജക്ഷൻ, റെഡ് സീ മന്ന വർഷിച്ച കാര്യം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ലേസിനെസ്സോടെ ആണ് ടൂർ ഓപ്പറേറ്റർ തടസ്സം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആകെ തെരുതര സിഗരറ്റ് വലിക്കുന്നു, ടെൻഷനായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് എക്സ്പ്രസ് നല്ലപോലെ വ്യക്തമാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു
പോയിന്റ്. അവിടെ കുറച്ചും കൂടെ വൈഡായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ഒരു ടൂർ ഒരു പാർക്ക് പോലെ അങ്ങനെ ഒരു സ്ഥലത്താണ് അടുത്ത ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇതിന് വലതുവശത്ത് ഒരു വശത്ത് മുഴുവൻ ഈന്തപ്പഴത്തോട്ടമാണെങ്കിൽ മറുവശത്ത് റെഡ് സീ ആണ് കാണുന്നത്. റെഡ് സീ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചുമല നിറം വ്യൂ ആണ് അങ്ങ് അകലെ. ഈ റെഡ് സീ ഈ പ്രദേശങ്ങളുടെ വലിയ ടൂർ ഡെസ്റ്റിനേഷൻസ് ആണ്. റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഉച്ച സമയത്ത് ഞങ്ങളൊരു വലിയ റിസോർട്ടിൽ ഭക്ഷണത്തിന് കയറി. ആ റിസോർട്ടും റിവർ സൈഡ് റെഡ് സീക്ക് സമീപമാണ്. ബീച്ചൊക്കെ തൊട്ടടുത്ത്, ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചൊക്കെ ഉണ്ട്. അപ്പം ഭക്ഷണത്തിന് ശേഷം വീണ്ടും യാത്ര വന്നു. എല്ലാവരും ചെറിയ മയക്കത്തിലായി. ഒരു 4 മണി 5 മണി ആയപ്പം ഒരു KFCയിൽ ഞങ്ങൾ കയറി. അവിടെ ഭക്ഷണം കഴിക്കാനല്ല കയറിയത്, KFC കോഫിയും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരത്തിനുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് മേടിക്കാനാണ് ഞങ്ങൾ കയറിയത്. അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് പെട്ടിക്കകത്താക്കി ഞങ്ങൾ വണ്ടിയിൽ വെച്ച് പിന്നെയും യാത്ര തുടർന്നു. അപ്പോൾ എല്ലാവരും ഏകദേശം മടുത്തു. ഇനി ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ളത് സൂയസ് കനാലാണ്. ലോകത്തിലെ ചരിത്ര പ്രസിദ്ധമായ അത്ഭുതങ്ങളിലൊന്നാണ് സൂയസ് കനാൽ. സൂയസ് കനാലിൻ്റെ ഹിസ്റ്ററിയൊക്കെ ടൂർ ഓപ്പറേറ്ററും ഗൈഡ് എനിക്ക് പറഞ്ഞു തന്നു. കിലോമീറ്ററുകൾക്ക് മുമ്പേ അവിടെ കനത്ത സെക്യൂരിറ്റിയും പട്ടാളക്കാരും ഉണ്ട്. സൂയസ് കനാലിൻ്റെ അടിയിൽ കൂടി വാഹനം 3 കിലോമീറ്ററാണ്ട് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. വാഹനം പോകുന്നു. മുകളിൽ കൂടെ കടന്നു പോകുന്ന മുകളിൽ കൂടെയാണ് കപ്പൽ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സൂയസ് കനാൽ കടന്നു കഴിഞ്ഞ് വലിയൊരു റെസ്റ്റ് ഏരിയയും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 7:30-8 മണിയായി ഭക്ഷണം കഴിക്കാനായിട്ട്. എല്ലാവരും ആ റെസ്റ്റ് ഏരിയയിലെ ഔട്ട് സൈഡിലുള്ള ബെഞ്ചുകളിൽ കൂടെയൊക്കെ ഇരുന്നു ഭക്ഷണം കഴിച്ചു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഓടിച്ചെന്നാൽ സൂയസ് കനാലിൽ കൂടെ ക്രോസ് ചെയ്യുന്ന ഒരു ഫോട്ടോ കിട്ടുമല്ലോ, വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്ന. ഞാൻ വൈഫിനോട് പറഞ്ഞേച്ച് വേറെ ആരോടും പറഞ്ഞില്ല. വൈഫിനോട് പറഞ്ഞേച്ച് ഞാൻ ഓടി ഫോട്ടോ എടുക്കാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ചെറിയ പന്തേട് തോന്നിയത്. 50 മീറ്ററോട്ട് പട്ടാളക്കാർ തോക്കുമായിട്ട് നിൽപ്പുണ്ട്. ഞാൻ കൂടുതൽ അടുത്തോട്ടൊന്നും പോയില്ല, നേരെ തിരിച്ചു പോരുകയത്. കാരണം വെടി കിട്ടിയാൽ തീർന്നത് തന്നെ. അവരൊരു ഇടം വലമൊന്നും നോക്കിയല്ല, നമ്മൾ ഓടി അങ്ങോട്ട് ചെന്ന് ഫോട്ടോ എടുക്കാൻ ചെന്ന് നമ്മൾ വേറെ എന്തെങ്കിലും പർപ്പസ് തന്നെ അവർ കരുതുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു പോന്നു. ഒരു സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും കിലോമീറ്ററുകൾ യാത്ര ചെയ്താലേ കെയ്റോ സിറ്റി ചേരുള്ളൂ. അപ്പം പിന്നെയും യാത്ര തുടർന്നു. ഒരു 9 മണിയായപ്പോഴത്തേക്കും കെയ്റോ സിറ്റി കൂടെ കൈറോ സിറ്റിയിൽ പ്രവേശിച്ചു. കെയ്റോ ടവറൊക്കെ അങ്ങ് ദൂരെ ലൈറ്റിട്ടുള്ള കെയ്റോ ടവറൊക്കെ കാണാം. ഞങ്ങൾ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. നല്ല വലിയൊരു ഹോട്ടലാണ്. ഞങ്ങളുടെ റിസപ്ഷനിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഹോട്ടൽ ബോയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒട്ടും സമയം കളയാതെ, കാരണം എല്ലാവരും നല്ല ക്ഷീണിതരാണ്. 800 കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിശ്രമിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. റൂമുകളിൽ സെറ്റിലായി. പിറ്റേ ദിവസമാണ് ഈജിപ്തിലെ ചരിത്രപ്രസിദ്ധമായ ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നായ പിരമിഡ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പിരമിഡ് കാണാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ടൂർ ഗൈഡ്, ഞങ്ങൾക്ക് പോകേണ്ടായിരുന്ന ടൂർ ഗൈഡ് ഞങ്ങൾക്കിട്ടൊരു പണി ഒപ്പിച്ചു. അത് നാളെ ഞാൻ വിവരിക്കാം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം വെളിയിലെടുത്തു. എന്നിരുന്നാലും ഞങ്ങളെ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പോൾ ഈജിപ്തിലെ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉള്ള പിരമിഡ് കാണാനായിട്ടുള്ള യാത്രയാണ്. അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ യാത്രാ വിവരണങ്ങൾ, രാത്രിയിലെ രസകരമായ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. തുടർ എപ്പിസോഡുകൾ നിങ്ങൾ കാണുക. താങ്ക് യു.